ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ്. നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്മുടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. ഞാൻ എൻ്റെ 2 കസിൻ സിസ്റ്റേഴ്സ്, പിന്നെ കസിൻ ചേച്ചിയുടെ ഹസ്ബൻഡ്, 2 കുട്ടികളുമായിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞു, എടി നീ പൊന്മുടിയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചാടിക്കേറി ദാ വരണേന്ന് പറഞ്ഞ് പോയതാണ്. മറക്കാനാവാത്തൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് വഴിയെ മനസ്സിലാവും. ഇതാണ് എൻ്റെ ചേച്ചിയുടെ മോൻ. അവൻ ധൈര്യപൂർവ്വം വിൻഡോ തുറന്നിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് കുരങ്ങന്മാരെ കണ്ടത്. ഇതിനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ കിളി പോയിട്ട് അച്ഛാ വാ പോവാന്ന് പറഞ്ഞ് പിന്നെ അടച്ച വിൻഡോ ആണ് അവൻ തുറന്നിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴി തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എല്ലാവർക്കും ടെൻഷനായി, കാരണം കുടയൊന്നും എടുത്തിട്ടില്ല. അപ്പൊ വന്ന ട്രിപ്പ് വേസ്റ്റ് ആവോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷനാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കണ്ണപ്പൻ കുറച്ച് വിൻഡോ ഓപ്പൺ ചെയ്ത് പതുക്കെ പുറത്തോട്ട് തലയിട്ട് നോക്കി. അവൻ ധൈര്യശാലിയാണെന്നൊക്കെ പുറമെ കാണിക്കെങ്കിലും പാവമാണ്, ഉള്ളിൽ ഭയങ്കര പാവമാണ്. ഇതാണ് എൻ്റെ ചേച്ചിയുടെ മോള് കല്ലൂസ്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ വീഡിയോന് പോസ്റ്റ് ചെയ്യാനൊക്കെ പറയുമായിരുന്നു. നല്ല വ്യൂ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് മനസ്സിലാക്കി എൻ്റെ ചേച്ചി അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് കണ്ടില്ലേ, ഷോ, ഇതൊക്കെ വെറും ഷോയാണ് ഗൈസ്, വെറും ഷോ. ഇതെന്താണ് കവി ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പാമ്പാണെന്ന് തോന്നുന്നു കാണിക്കുന്നത്, അറിയത്തില്ല. പിന്നെ കുറച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്ക് നല്ല ക്ലൈമറ്റായി, അത്യാവശ്യം മഴക്കോളൊക്കെ കുറഞ്ഞു, നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എത്തിയിട്ടില്ല, ആ പിൻവളവ് കഴിയുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ അത്യാവശ്യം ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ഈ ബ്ലോക്കിൽ കിടന്നു. നല്ല ടൈം എടുത്തു. അപ്പോൾ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നവരും പോയവരും എല്ലാം ഇവിടെ ഇറങ്ങി അത്യാവശ്യം നല്ല പിക്കൊക്കെ എടുത്തു. ഞാൻ ഇറങ്ങിയില്ല. ഇതായിരുന്നു ആ ബ്ലോക്ക് എന്ന് പറയുന്നത്, കണ്ടില്ലേ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ മനസ്സിലായി, റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്നു. അപ്പൊ അതിന്റെ ബ്ലോക്കാണ് ഈ കാണുന്നത് ഫുള്ള്. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ റീച്ചായി കഴിഞ്ഞു. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ മഴ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണപ്പനെ കൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്യിക്കാൻ പറ്റുന്ന പാടാണ്. അപ്പൊ ഒന്നാ പോസ് ചെയ്യത്തില്ല. ഇപ്പൊ ടൈം എന്ന് പറയുന്നത് 5:45 ആണ്. നല്ല ക്ലൈമറ്റ് ആണ്, നല്ല ഫോഗാണ്. അതെന്തായാലും നന്നായി. ഇല്ലെങ്കിൽ ഞാൻ വീണതൊരു 10-15 പേരെങ്കിലും കണ്ടേനെ. അപ്പൊ ഈ ക്ലൈമറ്റിൽ എൻ്റെ അനിയത്തിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി, അവർക്ക് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കൊടുക്കാൻ. കുറച്ചൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ചൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കല്ലുമോൾ ഇരുന്ന് കരയുന്നതാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാത്തതിനാണ്. വെറും കള്ളക്കരച്ചിലാണ്. ഞാൻ ഫസ്റ്റൊക്കെ ഇത് വിശ്വസിച്ചു, അയ്യോ ഇരുന്ന് കരയുന്നെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി കള്ളക്കരച്ചിലാണെന്ന്. ഇവിടെ നിന്നാണ് ഗൈസ് ആ ദുരന്തം സംഭവിച്ചത്. കാരണം ഈ നടന്നു പോകുന്ന എന്നെ നിങ്ങൾ ഇപ്പം നല്ല വൃത്തിയായിട്ട് കണ്ടോളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ കൊലത്തിലായിരിക്കത്തില്ല. ഇത് എൻ്റെ അനിയത്തിയിലേക്ക് ഞാൻ ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നടന്നു പോകുന്ന വീഡിയോ ഒന്ന് എടുത്തു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നടക്കുന്ന വഴി എന്നെ ഫ്രണ്ടിൽ പോകണം, അവളെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവൾ മറിഞ്ഞടിച്ച് വീഴും. പക്ഷെ അവൾ എന്നെക്കാളും നല്ല സ്റ്റാമിന ഉള്ളതുകൊണ്ട് അവൾ നല്ല കടുകുമണി പോലെ നടന്നുപോയി. ഫ്രണ്ടിൽ പോയ എൻ്റെ ചേച്ചിയും ചേട്ടനും അവർ നേരത്തെ അവിടെ എത്തിയിട്ട് ഞാൻ വരുന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ തിരിഞ്ഞിട്ട് എൻ്റെ സിസ്റ്ററിനോട് പറയുന്നുണ്ട്, നീ നോക്കി നടേ അല്ലെങ്കിൽ നീ വീഴുമെന്ന്. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, അവൾ വീഡിയോ അപ്പം തന്നെ കട്ട് ചെയ്തായിരുന്നു. കട്ട് ചെയ്തിട്ട് അവളുടെ വീഡിയോ സെൽഫിയിലിട്ട് എടുത്തോണ്ടിരുന്നു. അത് ഇതിൽ കൂടെ കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് ഇത് ഞാൻ എത്താറാകുമ്പോഴത്തേക്കും ചേട്ടൻ നേരത്തെ എത്തിയോണ്ട് തന്നെ ആ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, വീഡിയോ എടുക്കുവാണോ എന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം ഞാൻ കല്ലെന്ന് കരുതി കാലെടുത്ത് വെച്ചതൊരു പുല്ലിലായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് കാണാം. ഇന്ദ്രനീലമയോലം ഈ മിരി പൊയ്കകളിൽ Run. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനേ. എന്റെ ഞരമ്പ് മുറിച്ച് ഉത്തരവാദികൾ താ പോണ്. കല്ലുങ്കി ഫ്രണ്ടിക്കാർ വന്നില്ലായിരുന്നെ കല്ലിന് മണ്ടക്കൂടെ. ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു ഉളുപ്പില്ല ചിരിച്ചോണ്ട് പോണ എൻ്റെ 2 സിസ്റ്റേഴ്സിനെയാണ്. അതിൽ മൂത്ത ചേച്ചി ഞാൻ വീണ ഉടനെ പറഞ്ഞു, അയ്യോ ഇവളുടെ ഞരമ്പ് മുറിഞ്ഞെന്ന്. അത് കേട്ടതും എൻ്റെ കിളി പോയി. ഞാൻ സത്യം പറഞ്ഞാൽ വീണ പാടെ എണിച്ചിട്ട് ചുറ്റുമാണ് നോക്കിയത്. ഭാഗ്യത്തിന് ഈ മഞ്ഞുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വീണതാരും കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ എന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ നാണം കിട്ടു. കാരണം എനിക്ക് എവിടെ ചെന്നാലും വീഴ്ചയാണല്ലോ പരിപാടി. ഈ കൈയും കൊണ്ട് ഞാൻ പിണങ്ങി നിൽക്കുന്ന കല്ലൂരിൻ്റെ അടുത്ത് പോയപ്പോഴും അവക്കെന്തുവാ ഐസ്ക്രീം കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ്, അല്ലാതെ എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നൊക്കെ യാതൊരു മൈൻഡും ഇല്ല. അങ്ങനെ നമ്മൾ പിന്നെ യാത്രയൊക്കെ മതിയാക്കി, എൻ്റെ വീഴ്ചയോടെ മതിയായി. അവസാനം ഇടയ്ക്കിടയ്ക്ക് പിന്നെ എനിക്ക് ബോധമുണ്ടോ എന്ന് അറിയാനായിട്ട് ചേച്ചി ബാക്കിൽ നിന്ന് വിളിച്ച് ചോദിക്കും, മീനാക്ഷി നീ അവിടെ ഉണ്ടോ?
ഞാൻ ഉണ്ടെന്ന് പറയും. പിന്നെ തിരിച്ചു വരാൻ നേരത്ത് അത്യാവശ്യം നല്ല കോടയൊക്കെ ഇറങ്ങി മഞ്ഞൊക്കെ നല്ല നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ടൈമിൽ തന്നെ നമ്മൾ പിന്നെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ഇടണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അങ്ങ് ഇട്ടു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പക്ഷെ അതിലൊന്നും ഞാൻ ഇങ്ങനെ വീഴത്തില്ല. എന്ത് ചെയ്യാൻ, എനിക്ക് പിള്ളേർ അത്ര പോലും ഇപ്പൊ വന്ന് കണ്ണും കണ്ടുകൂടെ ശ്രദ്ധയില്ല, ഒന്നുമില്ല. അതൊക്കെ ഇനി മാറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.